അഭിരുചി കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്വിസ് റോളാണ്. സാധാരണ ചെയ്യുന്ന സ്വിസ് റോളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് കാണാം. ഞാനിതിലേക്ക് അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. അതൊരു പാത്രത്തിലെടുത്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ചൊന്ന് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ മുട്ട ഞാൻ നന്നായി തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ്. അത് പൊടിച്ച് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്തതിന് ശേഷം അത് ഒരു പ്രാവശ്യം മാത്രം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം വേണം നമുക്കിതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ സ്വിസ് റോളിനുള്ള മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ മിക്സ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബീറ്റർ വേണ്ട, അല്ലാതെ തന്നെ ഇതൊരു തടിത്തവി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇത് നന്നായി തന്നെ ഒന്ന് യോജിച്ച് വെക്കുക. ഇവിടെ ഇപ്പോൾ സ്വിസ് റോളിനുള്ള ബാറ്റർ മുഴുവൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്തത് ഇതിൽ നിന്ന് 3 തുല്യ അളവിലായി 3 പാത്രങ്ങളിലാക്കി മാറ്റി വെച്ചു. അതിൽ ഒന്നിലേക്ക് 2 തുള്ളി സ്ട്രോബെറി മിക്സ് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ചെയ്തിട്ടുള്ളത് മറ്റേ പാത്രത്തിൽ 2 തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു. അതും നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ച് വെച്ചു. പിന്നെ ചെയ്തിട്ടുള്ളത് 2 തുള്ളി പിസ്ത മിക്സ്. അങ്ങനെ 3 കളറിൽ 3 പാത്രങ്ങളിലായി നമുക്ക് സ്വിസ് റോളിനുള്ള ബാറ്റർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്വിസ് റോൾ ചെയ്യുന്നത് ഓവനിൽ വെച്ചല്ല, പാനിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് 2 നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആവശ്യമായിട്ടുണ്ട്. അതിലാദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മുന്നേ സ്റ്റൗവിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് മുകളിലായി മറ്റേ നോൺ സ്റ്റിക്കിൽ സാധാരണ കേക്ക് ടിന്നി ചെയ്യുന്നത് പോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് വേണം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ 5 മിനിറ്റ് മുന്നേ ഒരു നോൺ സ്റ്റിക്ക് ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മിക്സ് അതിൻ്റെ ഒരു ഭാഗത്താക്കി ഒഴിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ മിക്സ്, അങ്ങനെ മൂന്നാമത്തെ മിക്സ്, അങ്ങനെ 3 ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിന് മുകളിൽ വെച്ച് കറക്റ്റ് സൈസിലുള്ള ഒരു മൂടി വെച്ച് തന്നെ ഇത് അടച്ച് വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്കിവിടെ സ്വിസ് റോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിത് ഏകദേശം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ആയിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വല്ലാതെ ഹാർഡായി പോകും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് റോൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 1/4 ഭാഗത്തോളം ഞാനിവിടെ ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിത് ബട്ടർ പേപ്പറോട് കൂടി തന്നെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നല്ലൊരു സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക.